ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഞാനിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ബീട്രൂട്ട് കൊണ്ടൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കി നല്ല വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി മുറിച്ച വെളുത്തുള്ളിയാണ്, നുറുക്കിയെടുത്തതാണ്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ചേർക്കുക. ഒരു 2 മീഡിയം സൈസ് ഓണിയൻ ഒരു ചെറുതായി മുറിച്ചതാണ് ഞാൻ ചേർത്തത് കേട്ടോ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ വേഗം ഇങ്ങനെ ബീട്രൂട്ടൊക്കെ കഴിപ്പിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇഷ്ടമല്ലാത്തവർക്ക്, എനിക്കും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയ ശേഷമാണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് കളറ് മാറി വരുന്ന വരെ മതി, ബ്രൗൺ ഒന്നും ആവണ്ട. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഈ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടും കൂടി ചേർക്കുക. നിങ്ങളെ വീട്ടിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റർ കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെറുതായി മുറിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തു. ഗ്യാസിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തു. ഇതിലേക്ക് അധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യമെങ്കിൽ വളരെ കുറച്ച് വെള്ളമാണ് ചേർക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ബീട്രൂട്ട് ഒന്ന് കുക്കായി വരുമ്പോൾ ഞാനിതൊന്ന് ചുറ്റിലേക്ക് മാറ്റിയിട്ട് 2 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്യണം. സ്ക്രാമ്പിൾ ചെയ്ത ശേഷം നമ്മൾ സാധാരണ ഇതിലേക്ക് ബീട്രൂട്ടിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. മെല്ലെ മെല്ലെ ബീട്രൂട്ടുമായിട്ട് മിക്സ് ചെയ്യുക. ഇത് അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. എഗ്ഗില്ലേ, എഗ്ഗ് ഒഴിച്ച ശേഷം നമ്മൾ ഈ പാനൊന്നും വിട്ട് അകന്ന് പോകാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഓയിൽ വേണമെങ്കിൽ നമ്മൾ ചേർക്കണം. പിന്നെ ഇത് ഒന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചേർത്താൽ മതി. ഒരു 1/2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് കൂടി ചേർത്ത് മിക്സ് 1 മിനിറ്റ് നേരം മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ഈ കോക്കനട്ടൊക്കെ ചേർത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പാടില്ല. ആ ടേസ്റ്റ് തന്നെ മാറിക്കിട്ടും. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ എടുക്കുക. അതിലേക്ക് എണ്ണ ചേർക്കുക. പിന്നെ ഒരു കടുക് പൊട്ടിക്കുക. നേരത്തെ ഞാൻ അധികം എണ്ണ ചേർത്തിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ വീണ്ടും ചേർക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കടുക് പൊട്ടിച്ച ശേഷം അടുത്തതായിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ്, ഇത് രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് കടുക് പൊട്ടിയിട്ട് ഉഴുന്ന് പരിപ്പൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് 2 ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത് രണ്ടും ഇതിലേക്ക് ചേർക്കണം. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസി റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ. പിന്നെ ഇതൊന്ന് നമ്മുടെ ബീട്രൂട്ടായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ഈ ചാനലിൽ വേറെയും വീഡിയോസ് ഉണ്ട്, അതെല്ലാം കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്